അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ 2023 നടന്ന അർദ്ധവാർഷിക പരീക്ഷ തിലാവത്തുൽ ഖുർആൻ ആൻഡ് ഹിഫ്ളുൽ ഖുർആൻ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നോക്കി ഓതാനുള്ള ഭാഗമാണ്. നോക്കി ഓതാൻ സൂറത്തുൽ മാഇദയിലെ 114-ാമത്തെ ആയത്ത് മുതൽ 116 ആയത്ത് വരെയാണ്. അത് ഏത് ഭാഗത്തുനിന്നും ചോദ്യം വരാം. നോക്കി ഓതാനുള്ളതാണല്ലോ. അവിടെ നമ്മൾ ഓരോ ക്ലാസ്സുകളിൽ നിന്ന് പഠിച്ച ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് പഠിച്ച തജ്വീദിൻ്റെ നിയമങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ തജ്വീദിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിയമങ്ങൾ, ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം പാരായണം ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഹിഫ്ളിലേക്കാണ് നമുക്ക് കടക്കാനുള്ളത്. ഹിഫ്ളിലേക്ക് കടക്കുന്ന സമയത്ത് അവിടെ ശ്രദ്ധിക്കാൻ ഏതൊക്കെയാണ് ഹിഫ്ള് ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. സൂറത്തുൽ ളുഹ ഉണ്ടാകും, വല്ലുഹ വല്ലൈലി ഇദാ സജ എന്നുള്ള സൂറത്ത്. അതുപോലെ സൂറത്തു ഷറഹ് എന്ന് പറഞ്ഞാൽ അലം നശ്റഹിലൊക്കെ സുദറക്ക്, സൂറത്തു തീൻ വത്തീനി വസ്സൈത്തൂൻ എന്ന് പറയുന്ന സൂറത്ത്, സൂറത്തുൽ അലഖ് അതായത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നുള്ള സൂറത്ത്, പിന്നെ സൂറത്തുൽ ഖദർ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, വൽ ബയ്യിന സൂറത്തുൽ ബയ്യിന അതായത് ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി എന്ന് പറയുന്ന ആ സൂറത്ത്. അതുപോലെ തന്നെ സൂറത്ത് സൽസല ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്നുള്ള ആ സൂറത്തുകൾ. ഈ സൂറത്തുകളൊക്കെ ഹിഫ്ളിനുണ്ടാകും. അതിന് പുറമെ ഓരോ കോളങ്ങളിൽ നിങ്ങൾ കാണുന്നുണ്ടാവും സൂറത്തുൽ മുൽക്ക്, തബാറക്ക സൂറത്ത്, തബാറക്ക ഉണ്ടല്ലോ, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്ന ആ തബാറക്ക. അത് എവിടെ വരെ നമ്മൾ കാണാൻ പഠിക്കണം? 21-ാമത്തെ ആയത്ത് വരെയാണ് തബാറക്കയിൽ നിന്നും നമുക്ക് ഹിഫ്ളുണ്ടാവുക. അതുവരെ അത് കാണാതെ പഠിക്കണം. അപ്പോൾ ഒന്നാമത്തെ ഓരോ മാസങ്ങളെയും കുറേശ്ശെയാണ് പഠിക്കാനുള്ളത്. അത് 21-ാമത്തെ ആയത്ത് വരെ പരീക്ഷയ്ക്ക് നമുക്കുണ്ടാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കഴിഞ്ഞ വർഷം വന്ന ചോദ്യങ്ങൾ നോക്കാം. ഉല്ലുഹ സൂറത്തുൽ ളുഹ ഓതാൻ വന്നിട്ടുണ്ട്. അതുപോലെ വത്തീനി വസ്സൈത്തൂൻ സൂറത്തു തീൻ ഓതാൻ വന്നിട്ടുണ്ട്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ സൂറത്ത് സൽസല വന്നിട്ടുണ്ട്. അതേപോലെ അറായത്ത ഇൻ കദ്ദബ വതവല്ല സൂറത്തുൽ അലഖ് എന്ന് പറഞ്ഞാൽ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നുള്ള സൂറത്തിൽ നിന്നുള്ളതാണത്. അത് വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ സൂറത്തുൽ ബയ്യിന ലം യകുനില്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ സൂറത്തിൽ നിന്നുള്ള ചോദ്യമാണത്. അടുത്ത സൂറത്തുൽ ഖദറാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, ആ സൂറത്തുൽ ഖദറിൽ നിന്നുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത്. പിന്നെ 7ാമതായിട്ട് വന്നിട്ടുള്ളത് വലഖദ് സയ്യന്ന സമാഅ ദുനിയ തബാറക്കയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. പിന്നെ 4 ചോദ്യങ്ങൾ തബാറക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. 8ാമത്തേത് ഖാലൂ ബലാ ഖദ് ജാഅനാ നദീറുൻ ഫകദ്ദബ്ന എന്ന ആയത്ത് ഓതാനാണ്. അതുപോലെ തന്നെ 9ാമത്തെ വാസിറു ഖൗലക്കും വജിഹറു ബിഹി അവിടെ മുതൽ ഇലൈഹിൻ നുശൂർ വരെ ഓതി കൊടുക്കണം. പിന്നെ 10ാമത്തെ ചോദ്യം അമിൻതും മൻ ഫിസ്സമാഇ അവിടെ മുതൽ എവിടെ വരെ ബിക്കുല്ലി ഷൈഇൻ ബസീർ വരെ ഓതി കൊടുക്കുക. അങ്ങനെ ഈ രൂപത്തിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ചെറിയ സൂറത്തുകളും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് തബാറക് സൂറത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് എങ്ങനെ ആയാലും നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഉറപ്പായിട്ടും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല എല്ലാവർക്കും നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.